ഹായ് വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. ഇന്ന് ഞാൻ ക്രിസോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓവനില്ലാതെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്തത്. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ക്രിസോണ്ട് ശരിക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്, അതേ ടെക്സ്ചറും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഷോപ്പിലാവുമ്പോൾ അവർ ടേസ്റ്റ് കൂടാനും കൂടുതൽ കാലം കേട് കൂടാതെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കും. ഇതാവുമ്പോൾ അതില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, വിശ്വസിച്ച് കഴിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വലിയ ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം നേരെ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിലുള്ളത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. കുറേ പേര് ചോദിച്ചു ഒരു കപ്പ് 200 ml ആണോ 250 ml ആണോ എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ മതി. ഇനി ഇത് കവർ ചെയ്തിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റോളം എടുക്കും. അങ്ങനെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വന്നു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഓയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 2.5 കപ്പ് മൈദയും കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കുക. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. ഇത് നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും നമ്മുടെ ക്രോസൻറ്റ് സോഫ്റ്റായിട്ട് വരും. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവുക. എന്നിട്ട് അത് ബൗളിലേക്ക് തന്നെ വെച്ച് ഒരു നനവുള്ള തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം പൊങ്ങി വരണം മാവ്. അപ്പോൾ അതിന് വേണ്ടി 2 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കുക. എന്നിട്ട് അത് റോൾ ചെയ്ത് ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ബോൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് അത് നല്ലോണം പരത്തിയെടുക്കുക. അങ്ങനെ അധികം തിന്നാക്കിയിട്ട് പരത്തണമെന്നില്ല, ചപ്പാത്തിൻ്റെ കട്ടിയിൽ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി വിതറുക. പിന്നെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും പരത്തിയിട്ട് ഇതിൻ്റെ മേലായിട്ട് വെക്കുക. എല്ലാത്തിൻ്റെ ഇടയിലും മൈദപ്പൊടി ഇട്ടിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
അവസാനത്തെ ചപ്പാത്തി കുറച്ച് വലുതാക്കിയിട്ട് പരത്തുക. കാരണം നമ്മൾ ഈ ലെയർ ചെയ്തിട്ടുള്ളത് ഫുള്ള് ആ ചപ്പാത്തി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ പാകത്തിൽ പരത്തിയിട്ട് ഈ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആ ചപ്പാത്തി വെച്ച് ഒന്ന് കവർ ചെയ്യുക. ഇനി ഇത് നമ്മുടെ റോളർ വെച്ചിട്ട് വലുതാക്കിയിട്ട് പരത്തുക. അങ്ങനെ അധികം ഫോഴ്സ് കൊടുത്തിട്ട് പരത്തരുത്, അപ്പോൾ നമ്മൾ ഈ ലെയർ ചെയ്തതൊക്കെ പോവും. അതുകൊണ്ട് മെല്ലെ കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അങ്ങനെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ കത്തി വെച്ചിട്ടോ ആദ്യം ഈക്വൽ പോർഷനിലുള്ള 4 ഭാഗമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരേ വലുപ്പത്തിലുള്ള ട്രയാങ്കിൾസ് ആക്കി ഇതുപോലെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ട്രയാങ്കിൾസ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ക്രോസൻറ്റിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതൊരു റോളർ വെച്ച് ഒന്ന് ഫ്ലാറ്റ് ആക്കുക. ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഒരു കുഞ്ഞ് കട്ട് കൊടുക്കുക. ഈ കട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് നമുക്കിഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പം ചോക്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസ്, ജാം, സാത്തർ അങ്ങനെ ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കുക. ഇനി ഇത് റോൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഈ ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് സാധാ പോലെ അങ്ങോട്ട് റോൾ ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ള പീസസും ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ക്രോസൻസും ഒന്ന് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു നനവുള്ള തുണി വെച്ച് കവർ ചെയ്തിട്ട് 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വെക്കുക. ഞാനിതുപോലത്തെ ഒരു റിങ്ങും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ആയിട്ടാണ് ക്രോസൻറ്റ് വെച്ചിട്ടുള്ള തട്ട് വെക്കുന്നത്. പിന്നെ ഓവൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ OTG ആണ് യൂസ് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാനുള്ളതാണ്, വലുത് ഓവനിൽ വെക്കാനുള്ളതും. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അതായത് മുട്ടൻ്റെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ഓരോന്നിൻ്റെ മേലെയും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിനാണ് എഗ് വാഷ് എന്ന് പറയുക. ഇതിന് പകരം പാല് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ ട്രേ ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക ആയിട്ടുണ്ടോയെന്ന്. മേൽഭാഗം ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരും. അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക. ഓവനിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ്. അതിലേക്ക് ക്രോസൻസ് വെച്ചിട്ടുള്ള ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് കോയിൽ മേലെയും താഴെയും വർക്ക് ചെയ്യുന്ന ആ ഓപ്ഷനിലേക്ക് തിരിക്കുക. പിന്നെ 180 ഡിഗ്രിയിലിട്ടിട്ട് ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം വരും. കാരണം നമ്മുടെ സ്റ്റവിനനുസരിച്ചിട്ടും അതുപോലെ ഓവൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടും ഒക്കെ മാറ്റം വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ബേക്ക് ചെയ്ത ക്രോസൻസും അതുപോലെ ഓവനിൽ ബേക്ക് ചെയ്തതും റെഡി ആയിട്ടുണ്ട്. രണ്ടും തമ്മിൽ അത്ര ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്തത് 30 മിനിറ്റ് ഒന്നല്ല, അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം അത്ര സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റും കൂടെ കൂട്ടി വെച്ചു. അങ്ങനെ 40 മിനിറ്റാണ് എനിക്ക്
ആയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓവൻ ചിലപ്പം ഡിഫറൻസ് ഉണ്ടാവും, അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് ഇൻസ്റ്റ ID. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്